രാജ്യത്തെ പൗരന്മാർക്ക് വോട്ടവകാശം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ്. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വമാണ് വോട്ടവകാശം എന്ന പൗരാവകാശം എല്ലാവർക്കും ഉറപ്പാക്കുക എന്നുള്ളത്. ആ പോളിസിയാണ് നമ്മൾ ഇതുവരെ പിന്തുടരുന്നത് എങ്കിൽ ഇപ്പോഴിത് അതിന്റെ നേർവിപരീതമായൊരു കാര്യം സംഭവിച്ചിരിക്കുന്നു. ഞാനും നിങ്ങളും നമ്മുടെ പൗരത്വം തെളിയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതായത് ഇനി മുതൽ അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമല്ല, എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. എനിക്ക് വോട്ടവകാശം കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് വോട്ടവകാശം കിട്ടണമെങ്കിൽ ഈ രാജ്യത്തെ പൗരനാണ് നിങ്ങൾ എന്ന് തെളിയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥമായിരിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും നിങ്ങൾക്കാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ SIR എന്ന് പറയുന്നത്. ആ പരിപാടിയാണ് കേരളത്തിൽ നടപ്പാക്കാനിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 3 മാസം കഴിയുമ്പോൾ ഫെബ്രുവരി 7-ാം തീയതി അന്തിമമായിട്ടുള്ള ഈ വോട്ടർ പട്ടിക പുറത്തു വരും. ആ സമയം അറിയാം ഞാൻ ആ വോട്ടർ പട്ടികയിലുണ്ടോ, നിങ്ങൾ ആ വോട്ടർ പട്ടികയിലുണ്ടോ. നമ്മുടെ പൗരത്വത്തിന്റെ ഭാവി തുലാസിലായിരിക്കുന്നു. ആ തുലാസ് എങ്ങോട്ടാണ് നീങ്ങാൻ പോകുന്നതെന്ന് അറിയണമെങ്കിൽ 3 മാസം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. ആ പ്രക്രിയക്കാണ് യഥാർത്ഥത്തിൽ ഇന്ന് ആരംഭം കുറിച്ചിരിക്കുന്നത്.